ഗുഡ് ഈവനിങ്. തമ്പനിയിൽ കാണിച്ച പോലെ ഇന്ന് സ്റ്റോക്ക് അനാലിസിസ് വീഡിയോ ആണ്. അതിനു മുമ്പ് നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. FII DI ഡാറ്റ അവൈലബിൾ ആണ്. ഇന്ന് DI 2646 കോടിയുടെ നെറ്റ് ബൈങ് ആണ്. അതേസമയം FII 3560 കോടിയുടെ നെറ്റ് സെല്ലാണ്. നമുക്ക് മാർക്കറ്റ് ഇത് റിഫ്ലക്ട് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാനൊരു ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഇൻവെസ്റ്റർ അല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികളുണ്ട് സ്റ്റോക്ക് ഒരുപാട് ന്യൂസുകൾ കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ. അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റുന്ന ഇപ്പോൾ മാർക്കറ്റ് ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെയാണ്. അത്യാവശ്യം ഉള്ള ഒരു ന്യൂസൊക്കെ ഇവിടെ ഷെയർ ചെയ്യാം. അതിനുള്ള സമയപരിമിതിയാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്കിപ്പം നമ്മുടെ മുന്നിലുള്ളത് നിഫ്റ്റിയുടെ ഒരു ചാർട്ടാണ്. നമ്മൾ ഇന്നലെ കാണിച്ചിരുന്ന ഒരു നിഫ്റ്റി ഒരു റേഞ്ച് ബൗണ്ടായിട്ട് ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വരച്ചിട്ടുള്ള ആ ഒരു ബോക്സിനകത്ത് തന്നെയാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഇന്ന് 0.38% ഒരു ഇടിവാണ് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് പൊതുവേ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു. നമ്മൾ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 0.5% ഇടിവ് രേഖപ്പെടുത്തി. മിഡ് ക്യാപ്പ് നന്നായി കയറി അവിടുന്ന് ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇനി നമുക്ക് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് 250 കമ്പനിയാണ്. അതായത് സ്മോൾ ക്യാപ്പിലുള്ള ആദ്യത്തെ 250 കമ്പനിയുടെ ഇൻഡെക്സ് ആണ്. ഇവിടെ നമുക്ക് ഒരു റെസിസ്റ്റൻസ് സോൺ എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഒരു എന്താ പറയുക ഒരു ഡിക്ലൈനാണ് നമുക്ക് കാണാൻ പറ്റുക. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ സ്മോൾ ക്യാപ്പ് 100 എടുത്ത് നോക്കാം. ഇത് 100 കമ്പനികളാണ്. ഞാൻ എടുക്കുന്നത് 250 ആണ്. അതുകൊണ്ടാണ് നമുക്ക് റെസിസ്റ്റൻസിൽ എത്താത്തതായിട്ട് കാണുന്നത്. 100 കമ്പനിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെയാണ് അതിൻ്റെ ഓൾ ടൈം ഹൈ. അത് ഓൾറെഡി റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. അവിടുന്ന് ഒരു ക്യാൻഡിൽ മുകളിൽ വന്നതിന് ശേഷം ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റി 50 ആണെങ്കിലും നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 50 ആണെങ്കിൽ പോലും സെയിം ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 50. ഇവിടെയും റെസിസ്റ്റൻസ് ഓൾറെഡി റെസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞു. അതായത് ബ്രേക്ക് ചെയ്തു ചെറുതായിട്ട്. എന്നിട്ട് അവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് വരുന്നത്. നമ്മൾ നോക്കുന്നത് നിഫ്റ്റി 250 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾ ടൈം ഹൈയിലേക്ക് ടച്ച് ചെയ്തായിട്ട് കാണുന്നില്ല. എങ്കിൽ പോലും ഇതൊരു സോണാണ് നമുക്ക് കണക്കാക്കാം. ഇതൊരു റെസിസ്റ്റൻസിലേക്ക് എത്തി തന്നെ നമുക്ക് വേണം കരുതാൻ. ഈ ഒരു 11% ഡ്രോപ്പിൽ നിന്നും തിരിച്ചു കയറി ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇപ്പോൾ കാണുന്നത്. കാര്യമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഇന്ത്യ വിക്സ് നമുക്ക് എടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. വലിയൊരു വോളറ്റാലിറ്റി ഒന്നും നമുക്ക് ഇല്ല. എന്നാൽ ഇന്ന് ഉണ്ടായിട്ടുള്ളത് മുഴുവനും പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ഒരു വൺ സൈഡ് മൂവ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി സെക്ടോറൽ ഇൻഡെക്സ് നമുക്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ് സ്റ്റോക്ക് പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനു മുമ്പ് നമുക്ക് സെക്ടോറൽ ഇൻഡെക്സിന്റെ പെർഫോമൻസ് നോക്കാം. നിഫ്റ്റി ബാങ്കിൽ ഒരു 0.33% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഗ്രീൻ കാൻഡിൽ കാണുമ്പോൾ അറിയാത്ത ഒരു പുതിയ ആളുകൾക്ക് തോന്നും ഇത് പോസിറ്റീവ് അല്ലേ എന്ന്. ഗ്രീൻ കാൻഡിൽ മുഴുവൻ പോസിറ്റീവ് ആവുന്നില്ല. ഇത് ഗ്രീൻ കാൻഡിൽ വരാൻ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 ഇന്ന് ഡൗണിൽ അതായത് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയതിനു ശേഷം ഓപ്പണിനേക്കാളും കുറച്ച് മുകളിലാണ് ക്ലോസ് നടന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാൻഡിൽ ഗ്രീൻ കളറായി മാറും. പക്ഷെ ഇത് എഫക്റ്റീവ് ആയിട്ടുള്ളത് എഫക്റ്റ് ചെയ്യുന്നത് നെഗറ്റീവ് തന്നെ. അതായത് ഇത് ശരിക്കും ഒരു റെഡ് കാൻഡിലിന് തുല്യമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് നിഫ്റ്റി ഐ ടിയിൽ നമ്മൾ ഓൾറെഡി സംസാരിച്ചിരുന്ന ഐ ടി നല്ല ബുള്ളിഷാണ്. അതിന്റെ ബുള്ളിഷ്നെസ് തുടരുകയാണ്. ഒരു ഇൻഡെക്സ് ആണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും ബുള്ളിഷ് പാതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് കയറി പോകുന്നത് തന്നെയാണ് കാണാൻ പറ്റുക. ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വന്നേക്കാം. 10 EM 20 EM ഒരു കറക്ഷൻ വന്നിട്ട് അവിടെ നിന്ന് റിവേഴ്സിൽ കഴിഞ്ഞ് പോയേക്കാം. അതാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. നിഫ്റ്റി ഫാർമ നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി ഫാർമയിൽ 0.33% നെഗറ്റീവാണ് ലോസ് ആണ് ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റി ഫാർമയും സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. FMCG നല്ല സ്ട്രഗിൾ ആണ് നമുക്കറിയാം. നമ്മൾ ഓൾറെഡി സംസാരിച്ച് FMCG ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ ബിയറിഷ്നെസ്സിൽ കാണുന്ന ഒരു ഇൻഡെക്സ്. ഇന്ന് വീണ്ടും അത് ഇടിഞ്ഞിട്ടുണ്ട്. 1% മുകളിലാണ് ഇന്ന് ഇടിഞ്ഞിട്ടുള്ളത് FMCG. അതിന് പല റീസൺ ഉണ്ട്. FMCGയിൽ ഇടിവ് കൊണ്ട് നമുക്ക് അത്ര പേടിക്കേണ്ട ആവശ്യമില്ല. അത് മാർജിൻ പ്രഷറൊക്കെയാണ് ഇപ്പം FMCGയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്ത്യൻ പോപ്പുലേഷനിൽ FMCG ഒക്കെ വളരെ എഫക്റ്റീവ് ആവുന്ന ഒരു ഇൻഡെക്സ് ആണ്. ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പം കമ്മോഡിറ്റി പ്രൈസ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ്റെ ഒക്കെ വർധനവൊക്കെ അവരുടെ റോ മെറ്റീരിയൽസിനൊക്കെ വർധനവ് ഉണ്ടാക്കും. അപ്പം മാർജിൻ പ്രഷർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈസിൽ പിന്നെ അതിനെ ബാധിക്കുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അനാലിസിസ് ചെയ്യേണ്ടി വരും. അത് പിന്നീട് നമുക്ക് നോക്കാം. അതിനു മുമ്പ് FMCG ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ സംസാരിച്ച പോലെ തന്നെ 2 ക്യാൻഡിൽ ഇവിടെ ഒരു കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിലും അത് ചെയ്തെങ്കിലും അതിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് നല്ലൊരു ഫോളാണ്. കാരണം വലിയൊരു ക്യാൻഡിലാണ്. ഈ ഒരു ലോ കട്ട് ചെയ്ത് താഴെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാണാൻ പറ്റുന്ന 55,493 ഒരു ലോ ആണ്. ഇവിടം വരെ വരാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത്. ഇനി നിഫ്റ്റി ഓട്ടോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓട്ടോയിൽ ഇന്ന് 0.8% ഡ്രോപ്പാണ്. ഓട്ടോ സെക്ടറും സ്ട്രഗിൾ ചെയ്യുന്ന കാണാം. ഓട്ടോ സെക്ടറിലൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് ഒരു ചെറുതായിട്ടൊരു ബോട്ടം എടുത്തിട്ടുണ്ടെങ്കിലും അത് വീണ്ടും സ്ട്രഗിൾ ചെയ്തിട്ട് ആ ഒരു ബോട്ടത്തിലേക്ക് തന്നെ വരുമോ എന്നുള്ള ഡൗട്ടാണ് ഇപ്പോൾ എനിക്കുള്ളത്. റിയാലിറ്റി നോക്കുകയാണെങ്കിൽ റിയാലിറ്റി നമ്മൾ പറഞ്ഞു കുറച്ച് ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ടായിരുന്നു. റിയാലിറ്റിയിൽ ഇന്നലത്തെ ക്യാൻഡിൽ ഓക്കെയാണ്. ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എങ്കിലും ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ ചെറിയൊരു ഡ്രോപ്പ് ഒക്കെ വന്ന് വീണ്ടും തിരിച്ചു പോകാനുള്ള സാധ്യതയും നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. ഇത് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഈ ഒരു പാറ്റേൺ കണ്ടിട്ട് ഒരു പക്ഷേ ഒരു കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ഈ ഒരു ഹൈ വരെ വന്നിട്ട് ഒരു ഡ്രോപ്പ് ഒക്കെ സംഭവിച്ചേക്കാം. ഇനി മെറ്റൽ സെക്ടർ നോക്കുകയാണെങ്കിൽ മെറ്റൽ സെക്ടറിൽ ഇന്ന്
0.25% അപ്പാണ് ഗെയിനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് റെഡ് കാൻഡിലാണ് കാണുന്നത്. ഗെയിനിന് എന്താണ് റെഡ് കാൻഡിൽ? നിങ്ങൾ നേരത്തെ ബാങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഗെയിനിന് എങ്ങനെ റെഡ് കാൻഡിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയി, അവിടുന്ന് ക്ലോസ് ഓപ്പണിന്റെ താഴെയായിരുന്നു, അപ്പം ഓട്ടോമാറ്റിക് അത് റെഡ് കാൻഡിലാവും. പക്ഷെ നമുക്കത് ഗ്രീൻ കാൻഡിലിന്റെ എഫക്റ്റാണ് കാണിക്കുന്നത്. പിന്നെ ഗോൾഡ് നമ്മൾ ഡെയിലി നോക്കുന്ന ഒരു കമ്മോഡിറ്റിയാണ്. ഗോൾഡിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു റെസിസ്റ്റൻസ് ഇന്ന് ഫേസ് ചെയ്തിട്ടുണ്ട്. അവിടെ ചെറിയൊരു ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ താഴ്ത്ത് വന്ന് ഇനി തിരിച്ച് കയറിയേക്കാം, അതല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്തേക്കാം, അതല്ലെങ്കിൽ ഇവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടേക്കാം. ഇതൊക്കെ ചെറുതായിട്ട് മൂവ് ആവുന്ന ഒരു കമ്മോഡിറ്റിയാണ് ഗോൾഡൊക്കെ. മാർക്കറ്റിൽ എന്തെങ്കിലും എക്കണോമിക് ഇഷ്യൂ മറ്റൊക്കെ വരുന്ന സമയത്ത് ഗോൾഡ് പിടിച്ചു നിൽക്കുന്നതായിരിക്കും. ഇനി ഡൗ ജോൺസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിട്ടുണ്ടായിരുന്നു US-ൽ. അത് ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആണ്. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. മിക്കവാറും റേറ്റ് കട്ടൊക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അടുത്ത മീറ്റിംഗിൽ. അതേപോലെ ഡൗ ജോൺസ് ഇന്നലെ 0.2% ലോസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അവിടുത്തെ മറ്റൊരു ഇൻഡെക്സ് ആയിട്ടുള്ള നാസ്ഡാക്ക് IT ഇൻഡെക്സ് നല്ല ബുള്ളിഷാണ്. അവിടെ ഇന്നലെ 1.85% നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് US-ൽ. ഇനി അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ, അതായത് NSE ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള മൊത്തം കമ്പനികൾ 756 കമ്പനികൾ ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. 1747 കമ്പനികളും നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. അപ്പം ഒരുപാട് കമ്പനികൾ ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. നിഫ്റ്റി 50-ലുള്ള അഡ്വാൻസ് ഡിക്ലൈൻ നോക്കുകയാണെങ്കിൽ 16 കമ്പനികൾ നിഫ്റ്റി 50-ൽ നിന്നും പോസിറ്റീവ് ക്ലോസിംഗ് കിട്ടി. അപ്പോൾ 34 കമ്പനികളും ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. അദാനി എന്റർപ്രൈസ്, ഭാരതി എയർടെൽ, ടെക് മഹീന്ദ്ര, ഇന്ത്യ ബാങ്ക്, അദാനി പോർട്ട്, ഇൻഫോസിസ്, ഇതൊക്കെയാണ് ഇപ്പോൾ പോസിറ്റീവ് നമുക്ക് കാണാൻ പറ്റുന്നത് നിഫ്റ്റി 50-ൽ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡിവ്യൂ രേഖപ്പെടുത്തിയിരിക്കുന്നത് NTPC 2.71, പിന്നെ നമുക്ക് HUL, അതായത് പിന്നെ FMCG കമ്പനി, പിന്നെ അതുപോലെ ഹീറോ മോട്ടോ കോർപ്പ്, പിന്നെ കോൾ ഇന്ത്യ ഇന്ന് ഇടിഞ്ഞിട്ടുണ്ട്, അതേപോലെ BPCL, ഇതൊക്കെയാണ് നമുക്ക് ഇടിവ് രേഖപ്പെടുത്തിയായിട്ട് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് നിഫ്റ്റി 500 നോക്കുകയാണെങ്കിൽ 363 കമ്പനികൾ ഇന്ന് ലോസ് രേഖപ്പെടുത്തിയപ്പോൾ 135 കമ്പനികൾ ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ച 500 കമ്പനികൾ നോക്കുകയാണെങ്കിൽ BLS ഇന്റർനാഷണൽ ഇന്ന് 6% നേട്ടം ഉണ്ടാക്കി. അതുപോലെ തന്നെ ടാറ്റ ടെല സർവീസ്, സെഞ്ചുറി പ്ലൈവുഡ്, ആധാർ ഹൗസിംഗ്, അദാനി പവർ, ഹിറ്റാച്ചി എനർജി, ആനന്ദ് രാജ്, ഈദ് പാർട്ടി, ഇതൊക്കെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഒരു കമ്പനിയാണ് ഇന്ന് ഈ നിഫ്റ്റി 500-ൽ. അതേപോലെ തന്നെ ലോസ് കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ള കമ്പനി നുവാമ വെൽത്ത്, ഗോ ഡിജിറ്റ്, ഇൻഡസ് ടവർ, അലംബിക് ഫാർമ, ഇതൊക്കെ കൂടുതൽ ലോസ് ഉണ്ടാക്കിയിട്ടുള്ള കമ്പനികളാണ്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഇന്ന് നമുക്ക് അനാലിസ് ചെയ്യാനുള്ള കമ്പനി ബെൻസാൽ റൂഫിംഗ് പ്രൊഡക്ട്സ് കമ്പനിയാണ്. 115 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. ഈ കമ്പനി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 115 കോടി മാത്രമാണ്. ഒരു 500 കോടി മാർക്കറ്റ് ക്യാപ്പ് ആവുകയാണെങ്കിൽ 5 ഇരട്ടി ഇത് വളരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. 115 കോടി മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരു മൈക്രോ ക്യാപ്പ് കമ്പനിയാണ്. 500 കോടിക്ക് മുകളിലാകുമ്പോൾ അത് നമുക്ക് സ്മോൾ ക്യാപ്പ് ഗണത്തിൽപ്പെടുത്താം. അപ്പോൾ സ്മോൾ ക്യാപ്പ് ആകുമ്പോഴേക്കും എങ്ങനെ സ്മോൾ ക്യാപ്പ് ആവും, ഇതിൻ്റെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതൊക്കെ എങ്ങനെയാണ് നോക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ കമ്പനി എന്താണെന്ന് നോക്കാം. 2008-ൽ സ്ഥാപിതമായിട്ടുള്ള ഈ കമ്പനി ബെൻസാൽ റൂഫിംഗ് പ്രൊഡക്ട്സ് ആൻഡ് മാനുഫാക്ചറർ ആണ്. അതായത് റൂഫിംഗ് പ്രൊഡക്റ്റ് ആണ്. ഈ കമ്പനി ആദ്യം റൂഫിംഗ് ഷീറ്റ് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയായിരുന്നു. പിന്നീട് അത് മാനുഫാക്ചറിംഗിലേക്ക് ഇറങ്ങിയതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പം ഈ കമ്പനി പ്രീ എഞ്ചിനീയർഡ് ബിൽഡിംഗ് സൊല്യൂഷൻ, അതായത് PEB ചെയ്യുന്നുണ്ട്. PEB എന്ന് പറയുന്നത് ഇപ്പം വെയർഹൗസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം ബിൽഡിംഗ് നമ്മൾ കോൺക്രീറ്റ് ഒക്കെ ഉപയോഗിക്കാതെ വേണ്ടിയിട്ട് മെറ്റൽ ഷീറ്റ് കൊണ്ടൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അതായത് വലിയ വലിയ സ്റ്റീൽ ബാറിന്റെ സ്ട്രക്ചർ കൊണ്ട് വെയർഹൗസ്, അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇങ്ങനെയൊക്കെ ഇപ്പം നിർമ്മിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ കമ്പനിക്കുള്ളത്. നമുക്കതിൻ്റെ പ്രൊഡക്റ്റ് നോക്കാൻ പറ്റുന്നത് ഇതാണ്. ഈ പറയുന്ന പ്രീ എഞ്ചിനീയറിംഗ് ബിൽഡിംഗ്, ഇതുപോലെ സ്ട്രക്ചർ കൊണ്ട് ചെയ്യുന്ന ബിൽഡിംഗ്, ഇതൊക്കെ വെയർഹൗസിന് സാധ്യതയുള്ള ഒരു മേഖലയാണ്. അതുപോലെ തന്നെ ഇതൊക്കെ റൂഫിംഗ് ഷീറ്റ്, ഇതുപോലുള്ള ഷീറ്റ്, ഇതൊക്കെയാണ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നത്. നല്ലൊരു കൂടുതൽ നിങ്ങൾ വായിച്ചു നോക്കുക ഈ കമ്പനിയെ കുറിച്ച്. ഇവിടെ ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ ഇതിൻ്റെ ക്ലയൻറ്റ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അലംബിക്, അതുപോലെ BHEL, അദാനി വിൽമർ, ഇങ്ങനെ നല്ല നല്ല കമ്പനികളൊക്കെയാണ് ഇതിൻ്റെ ക്ലയൻറ്റ് ലിസ്റ്റിലുള്ളത്. ലാർസൺ ലാർസൺ ടൂബ്രോ, അതുപോലെ തന്നെ ടാറ്റ കെമിക്കൽ, നല്ല നല്ല ക്ലയൻസ് ആണ് അവർക്കുള്ളത്. കമ്പനി റീസെൻ്റ്ലി നടത്തിയിട്ടുള്ള എക്സ്പാൻഷനൊക്കെ ഇവിടെ കാണാൻ പറ്റും. നിങ്ങളെടുത്ത് വായിച്ചു നോക്കുക. നല്ല ടൈം ഒരുപാടാവും. പിന്നെ ഈ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സമയത്ത് ഇത് SME ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അതായത് സ്മോൾ ആൻഡ് മിഡ് കമ്പനിയാണിത്. അത് മെയിൻ ബോർഡിലേക്ക് ഇപ്പം ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം മെയിൻ ബോർഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട ഘടകം നോക്കുകയാണെങ്കിൽ PE ഇപ്പം 38.5 അല്പം കൂടുതലാണെന്ന് വേണമെങ്കിലും കാണാൻ പറ്റും. നമുക്ക് P മാത്രം നോക്കിയിട്ട് ഒരു കമ്പനി തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് റേഷ്യോസ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു കമ്പനി വിലയിരുത്തുക. ബുക്ക് വാല്യൂ ആണെങ്കിൽ 22 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 86-50. അതൊക്കെ നോക്കുമ്പോൾ വളരെ ഹൈ ആയിട്ട് നമുക്ക് കണ്ടേക്കാം.
പക്ഷേ ഇതിൻ്റെ ROE ഉണ്ടല്ലോ, ഇത് ഉണ്ടാക്കുന്ന റിട്ടേൺ ഓൺ ഇക്വിറ്റി 13.8ഉം റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 17.2ആണ്. അത്യാവശ്യം ROE ഒക്കെ ഉള്ള കമ്പനി തന്നെയാണ്. ROE ഒക്കെ അത്യാവശ്യമുണ്ട്. കാരണം ഈ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്റ്റീൽ പ്രൈസിനൊക്കെയാണ്. അപ്പോൾ കമ്മോഡിറ്റിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഇതിൻ്റെ പ്രൈസിനെ മാർജിനെ ബാധിക്കും. അങ്ങനെ ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ റിസ്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സ്റ്റീൽ ഇപ്പോൾ ഈ കമ്പനി ഉദാഹരണത്തിന് ഒരു കോൺട്രാക്ട് എടുക്കുക. ഒരു കമ്പനിക്ക് ഇപ്പം ഒരു വെയർഹൗസ് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വലിയ ഷോപ്പിംഗ് സെൻറ്ററോ എന്തെങ്കിലും ബിൽഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു കോൺട്രാക്ട് എടുക്കുക. അപ്പോൾ ചില സമയത്ത് കോൺട്രാക്ട് എടുക്കുന്നത് ഒരു ഫിക്സഡ് റേറ്റിലായിരിക്കും. ഇനി അതിനുശേഷം ഒരു വർഷമൊക്കെ എടുത്തിട്ടായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് സ്റ്റീലിൻ്റെ പ്രൈസ് ഒക്കെ നന്നായി ഹൈക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ ലോസിലൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വന്നേക്കാം. അവർ അതിനനുസരിച്ച് ചെയ്യും. എന്നാൽ പോലും അപ്പം മാർജിൻ പ്രഷർ ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിൻ്റെ റിസ്ക്. ഈ കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ റിസ്ക് മനസ്സിലാക്കേണ്ട ഈ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ചെറുതായിട്ടൊരു ഡിക്ലൈൻ ഒക്കെ വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ഗ്രോത്തിൽ നമുക്കിവിടെ കാണാം 29% പ്രോഫിറ്റ് ഗ്രോത്ത് ഡിക്ലൈൻ ആണ്. കറണ്ട് റേഷ്യോ 1.15 ഉണ്ട്. ഇനി ഇതിൻ്റെ മറ്റുള്ള കാര്യം നോക്കാം. പി റേഷ്യോ ഇപ്പം ഇതിൻ്റെ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 3-ന് ഞാൻ ഈ നമ്മുടെ ചാനലുണ്ടല്ലോ, വാട്സപ്പ് ചാനലിൽ ഈ സ്റ്റോക്ക് ഞാൻ പറഞ്ഞിരുന്നു. ഒരു അക്കുമുലേഷനിലാണ് ഞാൻ ലോങ് ടൈമിലേക്ക് ഇത് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ 78 രൂപയായിരുന്നു സെപ്റ്റംബർ 3-ാം തീയതി ഞാൻ ഇട്ടിട്ടുണ്ടായത്. അതിനുശേഷം ഈ സ്റ്റോക്ക് 160 വരെ പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ക്ലോസിംഗ് പ്രൈസാണ് 152 കാണിക്കുന്നത്. 160 വരെ ഒരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 100% അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇനി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഡിക്ലൈൻ ചെയ്തിട്ട് ഈ സ്റ്റോക്ക് അത് വീണ്ടും എവിടെയാണ് നമ്മൾ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്, ബൈ ചെയ്യാനുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ആ ഒരു ഏരിയയിൽ തന്നെ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഇതിൻ്റെ പി റേഷ്യോ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം. EPS ചെറിയൊരു ഇടിവാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇടിയുന്നതാണ് കാണുന്നത്. അത് ഈ പി വളരെ കൂടുതൽ 61 വരെ പോയിട്ടുണ്ട്. അത് പ്രൈസ് അങ്ങനെ ആയതുകൊണ്ടാണ്. ഇപ്പോൾ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ ആയതുകൊണ്ട് പി 35 എത്തി. ഇതിൻ്റെ ഒരു മീഡിയം പി എന്ന് പറയുന്നത് 22.8. മീഡിയം പി 22.8 ആണ്. അപ്പോൾ ഇത് കുറച്ച് പിന്ന് കുറച്ച് ഹൈയിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. കാര്യമായിട്ടുള്ള പ്രോസും കോൺസും നമുക്കിവിടെ കാണാനില്ല. ഡെപ്റ്റ് ഒക്കെ കുറച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഡിവിഡൻഡ് കൊടുത്തില്ല എന്നതാണ്. ഡിവിഡൻഡ് കൊടുക്കാത്തത് വലിയൊരു കോൺസല്ല. അത് നമുക്കത് അറിയുന്നവർക്ക് മനസ്സിലാവും. ഡിവിഡൻഡ് കിട്ടിയില്ലെങ്കിലും അത് എന്തിട്ടുണ്ടാവും, അതിനെക്കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഈ കമ്പനി ചെയ്യുന്നുണ്ടാവും. ഈ കമ്പനിയിൽ പറയുന്ന ഒരു കാര്യം, ഇവർ കൂടുതൽ അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിവിഡൻഡ് കൊടുക്കാതെ ഈ ഫണ്ട് മാറ്റി വെക്കുന്നതാണ് ഈ കമ്പനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു പോസിറ്റീവാണ്. കാരണം അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ലോൺ എടുക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇവർ ഡിവിഡൻഡ് കൊടുക്കാത്തത്. അതൊരു പോസിറ്റീവായിട്ട്. അപ്പം ഇവിടെ കോൺസ് ഒന്നും നമുക്ക് ഈ കമ്പനിയിൽ കാണാൻ പറ്റുന്നില്ല. ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ബൈയും സെല്ലിംഗ് റെക്കമെൻഡേഷൻ എന്നല്ല. ഇപ്പം ഈ കമ്പനി ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്, അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കമ്പനിയെ പഠിക്കാൻ ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, സ്റ്റഡി പർപ്പസിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്കിവിടെ ഇതിൻ്റെ PS കമ്പനികളെ കാണാം. ഇത് കറക്റ്റ് ഇതേ ഫീൽഡിലുള്ള കമ്പനിയാണെന്ന് എനിക്ക് ഡൗട്ടാണ്. NMDC സ്റ്റീൽ, ഇതൊക്കെ സ്റ്റീൽ കമ്പനിയാണ്. പക്ഷേ ഇവർ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണെന്ന് ഡൗട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ അത്രമാത്രം കാര്യമായിട്ട് എടുക്കാറില്ല ഈ പിയർ കമ്പാരിസൺ. സെയിം സെക്ടറിൽ സെയിം കാര്യം ചെയ്യുന്ന, സെയിം ബിസിനസ് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കൺസിഡർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് അത്രമാത്രം ഒരു എഫക്റ്റീവ്നെസ് ഒന്നും കിട്ടില്ല അത് നോക്കിയതുകൊണ്ട്. പിന്നെ നമുക്കിവിടെ കാണാനുള്ളത്, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പരിശോധിച്ച് നോക്കാം. 2013 17 കോടി സെയിൽ ഉണ്ടായ കമ്പനിയാണ് ഇന്ന് ഇപ്പം മാർച്ച് 2024 105 കോടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരു വ്യത്യാസം നമുക്ക് ഈസിയായിട്ട് കുറച്ച് താഴെ നമുക്ക് കാണാം. ജസ്റ്റ് ഇവിടെ നോക്കുക. ഇപ്പം TTM എന്ന് പറയുന്നത് ലാസ്റ്റ് 12 മാസം ഡിക്ലൈൻ, നല്ലൊരു സെയിലിൽ കുറവ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ സെയിൽസ് ഗ്രോത്ത് നോക്കാം. 2013 മുതൽ അല്ലെങ്കിൽ ഈ 2014 മുതൽ എന്ന് പറയുമ്പോൾ 10 വർഷമായി. 10 വർഷത്തിൽ 19% സെയിൽസ് ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ സ്റ്റേബിൾ ആയിട്ട് തന്നെ 5 വർഷം ലാസ്റ്റ് 5 വർഷം 19% കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് ആണ്. അതായത് 19 ഓരോ വർഷം 19 വെച്ചിട്ട് കൂടുന്ന ഒരു ടൈപ്പാണ്. 10 വർഷം നോക്കുമ്പോൾ 19%, 5 വർഷം നോക്കുമ്പോൾ 19%. എന്നാൽ ലാസ്റ്റ് 3 വർഷം നന്നായിട്ട് കയറിയിട്ടുണ്ട്. 37% വെച്ചിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. സ്വാഭാവികമായിട്ട് ഇവിടുന്ന് 19 മുതൽ കണ്ടിന്യൂസ് 19 ആണെങ്കിൽ ലാസ്റ്റ് നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ കാണാം. അതാണ് 37%. എന്നാൽ ലാസ്റ്റ് TTMൽ നമുക്കിവിടെ ഡിക്ലൈൻ കാണാമല്ലോ. 105 90 46 ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഒരു ചെറിയൊരു പ്രഷറിലാണ് കമ്പനിയുടെ സെയിൽസ് പ്രഷർ നടക്കുന്നത്. സെയിൽസിൽ ഒരു ഇടിവുണ്ട്. അതൊരു നെഗറ്റീവ് തന്നെയാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. ഇനി കോമ്പൗണ്ട് പ്രോഫിറ്റ് ഗ്രോത്ത്, കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 10 വർഷം 19% കൊണ്ട് അതേപോലെ തന്നെ വളർന്നിട്ടുണ്ട്. അത് സെയിൽസിന് ആനുപാതികമായിട്ട് തന്നെ പ്രോഫിറ്റ് വളർന്നിട്ടുണ്ട്. 5 വർഷം നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസ് കൂടിയത് കൊണ്ടായിരിക്കും 10% വ്യത്യാസം വന്നിട്ടുണ്ട്. ലാസ്റ്റ് 3 വർഷം 16% കുറഞ്ഞിട്ടുണ്ട്. TTM നോക്കുകയാണെങ്കിൽ 30%. ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് വരിക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡെപ്തായിട്ട് പഠിക്കുമ്പോൾ കാര്യം മനസ്സിലാവും. ഇനി സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസം, ഇതാണ് ഞാൻ മെയിൻ നോക്കുന്നത്. 10 വർഷം കൊണ്ട് 29% CAGR ഗ്രോത്ത് ആണ് ഈ സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടായിട്ടുള്ളത്.
നമുക്ക് നോക്കാം 5 വർഷം കൊണ്ട് 61% CAGR ഗ്രോത്ത് ഉണ്ടായി. അതിനർത്ഥം എന്താണ്? 61 എന്ന് പറയുമ്പോൾ ഏകദേശം 10 ഇരട്ടി 5 വർഷം കൊണ്ട് ഈ കമ്പനിയിൽ പ്രൈസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ചാർട്ട് എടുത്ത് നോക്കാം. 5 വർഷത്തെ ചാർട്ട് പരിശോധിച്ച് നോക്കാം. 5 വർഷത്തെ ഏകദേശം 8 രൂപ, 8.13 ഇന്നിപ്പം പ്രൈസ് 8.15. ഇപ്പം നോക്കുമ്പോൾ തന്നെ 10 ഇരട്ടി, 5 വർഷം കൊണ്ട് 10 ഇരട്ടി കമ്പനി നേട്ടം കൊയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹൈ ഉണ്ടാക്കി നോക്കുകയാണെങ്കിലും അതിനേക്കാളും കൂടുതലായി 8 രൂപയിൽ നിന്ന് 160 വരെ പോയിട്ടുണ്ട് കമ്പനി. അപ്പോൾ നമുക്ക് ഏകദേശം 20 ഇരട്ടി നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. ഇപ്പോഴത്തെ പ്രൈസ് നമുക്ക് നോക്കാം. ഇപ്പം കമ്പനി നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 5 വർഷം കൊണ്ട് 10 ഇരട്ടിയാണ് നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അടുത്ത 5 വർഷം എങ്ങനെ 10 ഇരട്ടി നേട്ടം ഉണ്ടാക്കി, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലേ. ഇതാണ് ഞാൻ ഈ അനാലിസിസ് കൊണ്ട് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഈ കമ്പനിയിൽ ഇനി എത്ര വളർച്ച ഉണ്ടെങ്കിൽ ഇനി എത്രമാത്രം കമ്പനി, അതായത് നമ്മൾ പ്രൈസ് അപ്രീസിയേഷൻ കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പം ഇനി ഇതേ കമ്പനിക്ക് ഈ ഒരു 19% സെയിൽസ് ഗ്രോത്ത് നെക്സ്റ്റ് 5 ഇയറിൽ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ, സെയിം 19% തന്നെ സെയിൽസ് ഗ്രോത്ത് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ, ഇപ്പം ഈ 105 കൂട്ടിക്കുമ്പോൾ മാർച്ചിലത്തെ നോക്കിക്കോളൂ. ഇവിടുന്ന് നോക്കാം. അടുത്ത 5 വർഷത്തിൽ 19% കോമ്പൗണ്ടിങ് സെയിൽസ് ഗ്രോത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ 105 കോടി എന്ന സെയിൽസ് എത്രയാവുമെന്ന് നോക്കാം. 105 കോടി എന്ന സെയിൽസ് അത് 260 കോടിയിലേക്ക് മാറും അല്ലെ. 260 കോടിയായിട്ട് മാറും. അപ്പം നമുക്ക് എങ്ങനെ അതൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. പ്രൈസ് എത്രയാവും നോക്കാം. ഇപ്പം പ്രൈസ് ടു സെയിൽസ് നമുക്ക് കാണാൻ പറ്റുന്നത് 1.3 ആണ്. അപ്പം 260 1.3% നോക്കുകയാണെങ്കിൽ പ്രൈസ് ഏകദേശം 338 എത്താൻ സാധ്യതയുണ്ട്. ഇപ്പം പ്രൈസ് എത്രയാണ്? 338, 86, 50, ഏകദേശം 4 ഇരട്ടി അടുത്ത 5 വർഷം കൊണ്ട് കമ്പനി വളരാൻ സാധ്യതയുണ്ട്. ഇതേപോലെ നോക്കുകയാണെങ്കിൽ സെയിൽസ് നന്നായി വർദ്ധിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക? ഈ ഒരു പ്രൈസ് ഇത് ഞാൻ പറഞ്ഞൊരു ഇപ്പം നിലവിലുള്ള ഒരു പ്രൈസ് ടു സെയിൽസ് അനുസരിച്ചുള്ള പ്രഡിക്ഷനാണ്. 1% വെച്ച് അല്ലെങ്കിൽ 1.3 ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ജമ്പ് ആവും അല്ലെ. മാർക്കറ്റിൽ ഈ കമ്പനി നന്നായിട്ട് സെയിൽസ് ഒക്കെ കൊണ്ടുവരുന്ന നല്ല പ്രോഫിറ്റ് വരികയാണെങ്കിൽ പ്രൈസ് ഈ പറയുന്ന പോലെ അല്ല. ഇപ്പം നമ്മൾ കണക്കൂട്ടുന്ന ആകെ 5 വർഷം കൊണ്ട് 338, 4 മടങ്ങൊക്കെ ആവുന്നതാണ്. അത് വേണമെങ്കിൽ അതിനപ്പുറവും പോയേക്കാം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇങ്ങനെയാണ് നമ്മളൊരു കമ്പനിയെ നോക്കി വെക്കേണ്ടത്. ഇനി ഈ കമ്പനിയിൽ ഈ പറയുന്ന പോലെ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഇനി ഫോളോ ചെയ്യണം. ആദ്യം ഈ കമ്പനിയെ കുറിച്ച് പഠിക്കുക, ഇതേപോലെ നടക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇതുപോലെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലോങ്ങിലേക്ക് ഹോൾഡ് ചെയ്യണം. ഇതുപോലെ നടക്കുന്നില്ലെങ്കിലോ ഒരു പക്ഷേ ലോസ് വന്നേക്കാം. ലോസിൽ നമ്മൾ ഇറങ്ങേണ്ടി വരും. ഒരു കമ്പനിയെ കുറിച്ച് പഠിക്കുക, കമ്പനിക്ക് സാധ്യത ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. അതിനുശേഷം അതിന്റെ വാല്യുവേഷൻ നോക്കുക. ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത് ഒരു വാല്യുവേഷൻ ആണ്. അതായത് പ്രൈസ് ടു സെയിൽസ് ഒക്കെ നോക്കുന്ന ഒരു വാല്യുവേഷൻ മെട്രിക്സ് തന്നെയാണ്. ഇതിന് അല്പം വാല്യൂ കൂടുതലാണെങ്കിൽ ഇത് നമുക്കൊരു അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഈ കമ്പനിയെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇനി ഒരുപാട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലെങ്ത് കൂടിയിട്ടുണ്ടാവും. ഇനി BRPLന്റെ ചാർട്ട് എടുത്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്നും സെപ്റ്റംബർ 3 ഇവിടെ നമ്മൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അതിനുശേഷം ആ കമ്പനി 162 കണ്ട ഇവിടെ ഒരു ഹൈ പോയിട്ടുണ്ട്. ക്ലോസിംഗ് ആണ് നമുക്ക് മറ്റേ ആ ചാർട്ടിൽ കാണുക. അത് ക്ലോസിംഗ് ബേസ് ചാർട്ടാണ്. ഇത്ര പോയി കഴിഞ്ഞാൽ ഏകദേശം 100% വന്ന കമ്പനിയാണ്. പിന്നീട് ഇപ്പോൾ ഡിക്ലൈൻ ആണ്. ഈ ഡിക്ലൈനിന് ഒരു കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. അതാണ് ഇപ്പോൾ കൺക്ലൂഷൻ. ഇതെന്താണ് ഇത്ര മാത്രം ഡിക്ലൈൻ ചെയ്തത് നമുക്ക് നോക്കാം. ഈ ഒരു കമ്പനി പറഞ്ഞാൽ കുഞ്ഞൻ കമ്പനിയാണ് അല്ലെ. വെറും 115 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. ഇവിടെ കമ്പനി എന്ത് ചെയ്യണം? റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് ആദ്യം പ്രോഫിറ്റ് ആൻഡ് ക്വാർട്ടർ റിസൾട്ട് നോക്കാം. ലാസ്റ്റ് വന്ന ക്വാർട്ടർ റിസൾട്ട് നോക്കാം. ഇത് കമ്പനി കാണാം സെപ്റ്റംബർ 21 മുതൽ നന്നായി സെയിൽസ് നന്നായി കൂടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു 20 മുതൽ ആ റേഞ്ചിൽ നിൽക്കേണ്ട ഒരു കമ്പനി 16.68 കോടിയായിട്ട് കുറഞ്ഞു സെയിൽസ്. സെപ്റ്റംബർ ടു സെപ്റ്റംബർ നോക്കുകയാണെങ്കിൽ 29.92 എന്നത് 16.68 ഇത് വലിയൊരു ഇടിവാണ്. ഈ ഒരു ഇടിവ് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് എന്തായാലും ഇമ്പാക്ട് ചെയ്യും സ്റ്റോക്ക് പ്രൈസിൽ. അത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 5.53% എന്നുള്ളത് 7.37 ആയിട്ട് കൂടിയിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇത് എന്തുകൊണ്ട് ഇടിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞൻ കമ്പനിയല്ല. ഇതുവരെ നല്ല ഓർഡറൊക്കെ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഓർഡർ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നതാണ്. പക്ഷേ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇൻവെസ്റ്റർ പ്രസന്റേഷൻ തരാറുണ്ട്. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ജൂണിലത്തത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെപ്റ്റംബർ ഈ ക്വാർട്ടറിന്റെ ഡാറ്റ അവർ തന്നിട്ട് കാണുന്നില്ല. ഞാൻ അവിടെ ഇവിടെ സെർച്ച് ചെയ്ത് എനിക്ക് കണ്ടിട്ടില്ല അവിടെയും. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ആ ഒരു ഡാറ്റ നമുക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റർക്കുള്ള കോൺഫിഡൻസ് കുറയും. അതാണ് ഈ പ്രൈസിൽ എഫക്ട് ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. കാര്യമായിട്ടുള്ള വോളിയം ഒന്നും ഇവിടെ കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ ഡിക്ലൈൻ ആയതിനു ശേഷം കാണാം. ഡിക്ലൈൻ ആയ സമയത്തൊന്നും കാര്യമായിട്ടുള്ള വോളിയം ഒന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടുന്ന് ഈ ഒരു ഏരിയ തന്നെ വന്ന് ചിലപ്പം തിരിച്ച് കയറി പോകും തന്നെയാണ്. ഇത് ഒരിക്കൽ കൂടി പറയുന്നത് പഠനത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ വാച്ച് ലിസ്റ്റ് ഇട്ടിട്ട് ഇത് പഠിച്ചു നോക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതൊക്കെ പഠിച്ചു നോക്കുക. കൂടുതൽ ക്യാഷ് ഇട്ടിട്ട് നിങ്ങളുടെ ക്യാഷ് റിസ്ക് ആക്കേണ്ട ആവശ്യമില്ല. പഠിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതേപോലെ മറ്റുള്ള കമ്പനികൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പം പ്രൊമോട്ടേഴ്സിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് ഒന്നും കൃത്യമായിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ കിട്ടിയില്ല എന്നതാണ് ഒരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ടായിരിക്കാം പ്രൈസിൽ
നല്ല ഇടി വരാൻ കാരണം. ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് വാങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന 20 ഇതെങ്ങനെ കയറി ചെയ്തായിട്ട് കാണുന്നത് അല്ലേ, കൂടുതലായതായിട്ട് കാണുന്നത്. 73 ഇപ്പോൾ ലാസ്റ്റ് സെപ്റ്റംബർ ക്വാർട്ടറിൽ ചെറിയൊരു 0.05% ഒരു ഡിക്ലൈൻ കാണാം. അവിടെ പിന്നെ FIA കയറിയിട്ട് കാണുന്നുണ്ട്. FIA ഡാറ്റ ഒന്നും കൃത്യമായിട്ട് അവൈലബിൾ അല്ല, ചെറിയ കുഞ്ഞു കമ്പനിയാണല്ലോ പബ്ലിക്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ നമ്പർ ക്രമാതീതമായിട്ട് കൂടുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കമ്പനി മുന്നോട്ട് വാച്ച് ചെയ്യുക, അടുത്ത് വരുന്ന റിസൾട്ട് നോക്കുക. റിസൾട്ട് ബെറ്റർ ആണെങ്കിൽ കമ്പനി നല്ല പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. റിസൾട്ട് മോശമാണെങ്കിൽ ഒരു പക്ഷേ നല്ലോണം താഴെ പോകാനും സാധ്യതയുണ്ട്. അത് നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. അപ്പോൾ നോക്കേണ്ട, ചെറിയ കമ്പനി ആകുമ്പോൾ നല്ല റിസ്ക് ആണ്, ഹൈ റിസ്ക് ഹൈ റിവാർഡാണ്. അതേപോലെ നോക്കേണ്ടത് പ്രൊമോട്ടേഴ്സിന്റെ കാര്യമാണ്. പ്രൊമോട്ടേഴ്സ് ഇനി ഇറങ്ങുന്നുണ്ടോ നോക്കുക. ഈ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കിയെടുത്തോളം ഇനി പ്രൊമോട്ടർ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ എല്ലാ ക്വാർട്ടറിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസും നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനിലൊക്കെ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഏതൊരു ബിസിനസ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ബിസിനസ് ഓൾറെഡി എന്താ പറയുക, അവർക്ക് ഓർഡർ ഉണ്ടാവില്ല, ഓർഡർ ബുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം പുതിയൊരു ഓർഡർ കിട്ടാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള കൂടുതൽ ഓർഡർ വരാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ കമ്പനി സംബന്ധിച്ചിടത്തോളം നെഗറ്റീവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഈ പ്രൈസ് വളരണമെങ്കിൽ ഈ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു സെയിൽസ് ഗ്രോത്ത് കൃത്യമായിട്ട് ഉണ്ടാവണം, അതനുസരിച്ചിട്ടുള്ള പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിരിക്കണം. സെയിൽസ് ഗ്രോത്ത് ഉണ്ടാവുക, പ്രോഫിറ്റ് ഗ്രോത്ത് ഇല്ലെങ്കിലും വളരൂല. അതായത് പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടാവണം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തരുന്ന ഒരു കമൻറ്റ്സ് ഒക്കെയാണ് എന്നെ എൻകറേജ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ കൂടുതൽ വീഡിയോകൾ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. കാരണം സമയമില്ലാത്ത സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി എന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ പാഷൻ ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പം പക്ഷേ എൻ്റെ പാഷനെ എനിക്ക് എൻകറേജ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ആയിരിക്കും. ഓക്കെ, എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അറിയിക്കുക. ഓക്കെ, മറ്റൊരു ദിവസം കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്.